രാഹുലിന്റെ രാജി ഇന്ന് ഉണ്ടാകുമോ? ഇന്ന് തന്നെ രാജി ഉണ്ടാകുകയേക്കും എന്ന സൂചനകളാണ് നേരത്തെ വന്നിരുന്നത്. രാഹുൽ ഉയർത്തിയ പ്രതിരോധം ഏതെങ്കിലും തരത്തിൽ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? രാഹുൽ ഉയർത്തിയ പ്രതിരോധം ചർച്ച ചെയ്യപ്പെട്ട് വരുന്നതേയുള്ളൂ. കഴിഞ്ഞ നിമിഷങ്ങളിൽ ഇന്നിപ്പോൾ രാവിലെ മുതൽ രാഹുലിൻ്റെ രാജിക്കായി കോൺഗ്രസ് നേതാക്കളുടെ മുറവിളിയായിരുന്നുവെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ രാഹുൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. മാത്രമല്ല ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വിടുന്നു. അതിൽ ഒരല്പം ഒരു വട്ടം കൂടി കോൺഗ്രസ് നേതാക്കൾക്ക് ആലോചിക്കാൻ ഒരു അവസരം നൽകുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശമാണ്. തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ശ്രമം രാഹുൽ പലവിധ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പല ആളുകൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പല തെളിവുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവന്തികയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ തൻ്റെ വാദം വിശദീകരിക്കാൻ രാഹുലിന് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ രണ്ട് അവന്തികയുടെ അതിനുശേഷമുള്ള പ്രതികരണവും രാഹുലിൻ്റെ പ്രതികരണവും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ രാജിയിലേക്ക് തന്നെ, രാജി എന്നുള്ള തീരുമാനത്തിൽ മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ മറ്റ് ചില കൂടിയാലോചനകൾ കൂടി നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. രാഹുൽ രാജി വെക്കട്ടെ എന്നുള്ള നിലപാടിൽ ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം നേതാക്കൾ രാഹുലിൻ്റെ ഭാഗം കൂടി, ഇപ്പോൾ പറഞ്ഞതടക്കമുള്ള ഭാഗം കൂടി വിശദമായി കേട്ട ശേഷം രാജി എന്നൊരു തീരുമാനം മതി, എടുത്തു ചാടി രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, രാഹുലിനെതിരെ പരസ്യമായി ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയ ഒരാളെന്ന് പറയുന്നത് ഈ പറയുന്ന അവന്തികയാണ്. മറ്റുള്ള ആളുകളൊക്കെ തുറന്നു പറയുമ്പോൾ പോലും ഞങ്ങൾക്ക് പരാതിയില്ല, പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാണ് അവർ രംഗത്തെത്തുന്നത്. പിന്നീട് പുറത്തു വന്ന ഏറ്റവും ഗൗരവതരമായ ഓഡിയോ ഈ പറയുന്ന അബോർഷൻ സംബന്ധിച്ചുള്ള ഓഡിയോ ആണ്, ഗർഭചിത്രം സംബന്ധിച്ചുള്ള ഓഡിയോ ആണ്. ആ ഓഡിയോ ആരുടേതെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയും വരുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് പൊതുസമൂഹത്തിന് മുൻപിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ഓഡിയോ മാത്രമാണ്. ആരുടെയോ ഒരു ഓഡിയോയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് രാഹുലാണ് എന്ന് പറയുമ്പോഴും പരാതിക്കാരി ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. അവർ പരാതിയുമായി രംഗത്ത് വരുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയുമില്ല. അപ്പോൾ പരാതിയില്ലാത്ത ആ സാഹചര്യത്തിലായിരിക്കും നിയമപരമായി കൂടി കാര്യങ്ങളെ നേരിടും എന്ന പ്രതികരണം രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. രാഹുൽ ഇനി ആരെയാണ്, ഏത് നേതാവിനെയാണ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതികരണങ്ങൾ കൂടുതലായി ഇന്ന് തന്നെ വരുന്നുണ്ടോ? അതേസമയം ഹൈക്കമാൻഡിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തുനിന്ന് കൂടുതൽ ഇടപെടൽ രാജിക്കാര്യത്തിൽ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത ഇപ്പോഴും വരുന്നില്ല.